അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാഷ് ബേസിന്റെ ഹൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വാഷ് ബേസിനെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്തേക്ക് പ്രോബ്ലം ഒന്നും വന്നില്ല കേട്ടോ. നമ്മൾ ആ ഒരു വാഷ് ബേസിൻ്റെതാണ് പ്രശ്നം പറഞ്ഞത്. എല്ലാ വീട്ടിൽ വരുമ്പോഴും ഈ പ്രശ്നങ്ങൾ എന്താ നിങ്ങൾ എടുത്ത് കാണിക്കുന്നതെന്ന് തോന്നണ്ട. പക്ഷേ ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നതിലൂടെയാണല്ലോ നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടാനും നമ്മൾ ഈ അനുഭവിച്ച അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനും ഉപകരിക്കുക. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇന്നും കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്ക് തന്നെ എനിക്കൊരു മടിയുണ്ട്. എപ്പോഴും കാണിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാലമായിട്ട് വെറും പ്രശ്നങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ടി വി യൂണിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അതായത് ടി വി യൂണിറ്റിൽ നമ്മൾ നമുക്കൊരു ഡിസൈനും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഒരു വാള് കെട്ടിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഏത് ഡിസൈനും സെറ്റ് ചെയ്തെടുക്കാം. പക്ഷെ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈ വാള് കട്ടിങ് ഇതൊക്കെ പിന്നീട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രിക്കലിൻ്റെ കോണ്ടിവിറ്റി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടി വി യൂണിറ്റിൻ്റെ ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയത്തേക്കുള്ള മെയിനായിട്ട് വേണ്ട സംഭവങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇല്ലാത്ത സംഭവങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. മെയിനായിട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു DPR അല്ലെങ്കിൽ NPR വെക്കാനുള്ള ഒരു സംവിധാനം വേണം. കാരണം ഈ താഴത്തെ ഈ ഒരു ഹൈറ്റിൽ അതിപ്പം ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് മാക്സിമം നമുക്ക് വരുന്നത് ഒരു 50 സെൻറ്റിമീറ്റർ ഒക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്ലാനൊക്കെ ഇവിടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ 25 + 35 അപ്പോൾ നമുക്ക് 40-60 സെൻറ്റിമീറ്ററാണ് ഇവിടെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ 50 സെൻറ്റിമീറ്ററാണ്. ചില വീട്ടുകാർ അവരെ 3D അല്ലെങ്കിൽ അവരുടെ പ്ലാൻ അനുസരിച്ച് ചെറിയ ഡിഫറൻസ് വരലുണ്ട്. എന്തായാലും നമുക്ക് ഒരു 60 സെൻറ്റിമീറ്റർ ഒക്കെ വരെ മാക്സിമം വരുന്ന രീതിയിൽ കിട്ടുന്ന അളവിലേക്ക് ഇവിടെ ഒരു സ്വിച്ച് സോക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയുടെ കേബിളുകൾ CAT 6 അല്ലെങ്കിൽ നമ്മുടെ RJ6 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിലാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ വയർ വരും. ഇതിപ്പോൾ ഉപയോഗിക്കുന്ന ക്യാമറയ്ക്ക് അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ IP ക്യാമറയാണെങ്കിൽ എന്തായാലും CAT 6 ഉണ്ടാവും. CAT 6 കേബിളുകൾ നമുക്ക് ഈ DVR NVR അകത്ത് കൊണ്ടുവയ്ക്കണം. പക്ഷേ ഇവിടെ വെക്കുന്നതല്ല ഇത് സേഫ് കേട്ടോ. നമുക്ക് ഈ NVRൻ്റെ സിസ്റ്റം എപ്പോഴും വെക്കുന്നത് സേഫ് എന്ന് പറയുന്നത് ഞാൻ ഏതായാലും വീഡിയോൻ്റെ അവസാന ഭാഗത്ത് പറയാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടി വി യൂണിറ്റ് തന്നെയാണ് നിങ്ങൾ ക്യാമറയുടെ മോണിറ്റർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ HDMI കേബിൾ വെച്ചിട്ട് അതിൽ ഓപ്ഷൻ റിമോട്ടിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിൽ തന്നെ മോഡ് സെലക്ട് ചെയ്തിട്ട് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് TV ആയിട്ടും ഒരേ സമയത്ത് മോണിറ്ററായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ ഇതുപോലെ ഈ ഒരു സോക്കറ്റിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെ അകത്തേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് മെയിനായിട്ട് പൈപ്പിലെ കൂടി ഇറക്കുന്ന രീതിയിൽ കേബിൾ ഇവിടെ എത്തിച്ചിരിക്കണം. പിന്നെ വേണ്ടത് ഈ NVR പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സോക്കറ്റ് വേണം. അതിൽ മെയിനായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NVRൻ്റെ ഇത് വരും, ഒരു 6 ആംപിയറിൻ്റെ സോക്കറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വൈഫൈ റൂട്ടറിൻ്റെ കണക്ഷൻ വരുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റ് വേണം. പിന്നെ വരുന്നത് സെറ്റ് ഓഫ് ബോക്സിൻ്റെ ഒരു സോക്കറ്റ് കാര്യങ്ങൾ വേണം. അങ്ങനെ ഇവിടെ എന്തൊക്കെ വരാനുണ്ടോ ആ ഒരു സോക്കറ്റ് കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരിപ്പം മൊബൈൽ ചാർജിങ് പോലെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ള ചില ആൾക്കാർ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ട് മൊബൈൽ ചാർജിങ്ങുള്ള ഓപ്ഷനൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അങ്ങനെ എത്ര സോക്കറ്റ് വേണം ആ സോക്കറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. അത് മിക്കവാറും സ്ഥലങ്ങളിൽ ഓക്കെ ആവലുണ്ട്. ഇവിടെയാണ് ആദ്യമായിട്ട് അത് ഓക്കെ ആവാത്ത രീതിയിൽ കണ്ടത്. മിക്കവാറും സ്ഥലങ്ങളിൽ ആ സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TVയുടെ സോക്കറ്റ് വേണം. TVക്ക് ഇപ്പോൾ ആകെ വേണ്ടത് TV ഓൺ ആവാനുള്ള മോണിറ്റർ ഓൺ ആവാനുള്ള ഒറ്റൊരു സോക്കറ്റ് മാത്രമേ വേണ്ടൂ. അതായത് 2 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ട് ഒരു 6 ആംപിയറിൻ്റെയോ നിങ്ങൾക്ക് ആംപിയർ അനുസരിച്ചിട്ട് 10/6 മുതൽ മുകളിലോട്ടേക്കുള്ള ഇതിൻ്റെ ലോഡ് അനുസരിച്ചിട്ടുള്ള ഒരു സോക്കറ്റ് വെക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമ്മളെ വർക്കിലൊക്കെ നമ്മളൊരു 4 മോഡ്യൂളിൻ്റെ ബോക്സ് വെച്ചിട്ട് 2 സോക്കറ്റ് ക്രമീകരിക്കാൻ മാത്രമുള്ള സ്പേസ് വെക്കലുണ്ട്. 2 ഡമ്മി ഇട്ട് വെക്കും. അതായത് ഒരു സെറ്റ് ഡമ്മി ഇട്ട് വെച്ചിട്ട് ഒരു സെറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം ഭാവിയിൽ ഇനിയിപ്പം എന്തെങ്കിലും വരികയാണെങ്കിൽ പുതിയ ടെക്നോളജി കാര്യങ്ങൾ TV തന്നെ വല്ല ലൈറ്റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി പറ്റണം. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന TVയുടെയൊക്കെ മിക്കവാറും വരുന്നത് ഇപ്പോൾ വൈഫൈ കണക്ഷൻ അല്ലെങ്കിൽ ആൻഡ്രോയിഡൊക്കെ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതുണ്ട്. നമുക്ക് ഈ കേബിളിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാലും ചിലതിൻ്റെയൊക്കെ നമുക്ക് ക്ലാരിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ ഇപ്പം നമ്മൾ ഈ സിഗ്നലിൽ കൂടി പോകുന്നതിനെക്കാട്ടി കേബിളിൽ കൂടി പോകുന്ന സമയത്തൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതൽ കിട്ടും. ഇപ്പം വയർഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഒക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രൊജക്ടർ പോലത്തെയോ അങ്ങനത്തെ എന്തെങ്കിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പൈപ്പ് ഇറക്കേണ്ടതായിട്ടുണ്ട്. HDMI കേബിള്. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സോക്കറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ഈ TVയുടെ 2 പിൻ ആണെങ്കിൽ 2 പിന്ന് അത് അകത്തേക്കൂടി കയറ്റി പോയിട്ട് ഇവിടെ സോക്കറ്റ് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 1.25 ഇഞ്ചിന് മുകളിൽ വരുന്ന രീതിയിലുള്ള ഒരു പൈപ്പ് അടിച്ചു 1.25 1.5 ഇഞ്ചോ പ്ലംബിങ്ങിൻ്റെ പൈപ്പ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിടുന്നത് കുറച്ച് നല്ലതാണ്.
ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൻഡ്രോയിഡിൽ ഇപ്പം ഒരുപാട് വൈഫൈ കണക്ടിവിറ്റി ഉള്ള ടി വികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു പരിധി വരെ നമ്മുടെ ഈ DVR അതൊക്കെ കണക്ട് ചെയ്യുന്നത് കേബിൾ വഴിയായ കുറച്ചും കൂടി നമുക്ക് ഈ കണക്ടിവിറ്റീൻ്റെ ഇഷ്യൂസ് വരാനുള്ള സാധ്യത കുറവാണ്. ചില സമയത്തൊക്കെ പെയർ ചെയ്യുന്ന സമയത്തേക്ക് ഓണായി ഓഫായി വരുമ്പം വീണ്ടും പെയർ ചെയ്യേണ്ട ഇഷ്യൂസ് ഒക്കെ വരും. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ഈ ടി വിയുടെ ബ്രാക്കറ്റ് വരും എപ്പോഴും. ഞാൻ ഈ ടി വി യൂണിറ്റിൻ്റെ ഡിസൈൻ ഒന്ന് കാണിക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈൻ ഈ വാളിൽ ഇതിന് സൂട്ടാകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്തേക്ക് സെൻട്രൽ പോർഷനിലേക്കാണ് ടി വി വരുന്നത്. അതിൻ്റെ ജസ്റ്റ് ഒരു പ്ലാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഒരു എലവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്തേക്ക് ഇവിടെയാണ് ബ്രാക്കറ്റ്. ഈ സെൻറ്ററിലാണല്ലോ ബ്രാക്കറ്റ് എപ്പോൾ വരുമോ. അപ്പോൾ ഈ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് സോക്കറ്റ് ഇടാൻ വേണ്ടി പാടില്ല. സോക്കറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എപ്പോഴും നമ്മുടെ ടോട്ടൽ ടി വി എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അതൊന്നൊരു 30 സെൻറ്റിമീറ്റർ ബ്രാക്കറ്റിൻ്റെ സൈസ് 30x30, അതായത് ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ അളവ് വിട്ടതിന് ശേഷം റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ വരുന്ന വിധത്തിൽ വേണം സോക്കറ്റും അതുപോലെ തന്നെ ഈ ഒരു പൈപ്പും ക്രമീകരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധിക വീടുകളിൽ ഈ സോക്കറ്റിന് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് സ്വിച്ച് ഇവിടെ ക്രമീകരിച്ചിട്ട് ടി വി ഇവിടെ തന്നെ ക്രമീകരിക്കാനുള്ളത്. അപ്പോൾ ഈ ടി വി യൂണിറ്റിൻ്റെ മൊത്തത്തിലുള്ള ഭംഗിയങ്ങ് പോയി. കാരണം ഇവിടെ വരെ നമ്മളിപ്പോൾ ഒരു ബോർഡ് ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നുണ്ട്. ഇതിങ്ങനെ ഞാൻ ഹാങ് ചെയ്ത് കാണിച്ചു തരാം. ഇത്ര വരെ വരും. അപ്പോൾ ആ ടി വിൻ്റെ ആ ഒരു മെയിൻ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് സ്വിച്ച് ബോർഡ് വരിക. സ്വിച്ച് ബോക്സ് അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് സ്വിച്ചുകളൊക്കെ വരിക. അപ്പോൾ അത് എന്തായാലും കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടി വിൻ്റെ പുറകിലാണ് സ്വിച്ച് വരുന്നുണ്ടെങ്കിൽ അത് പോയിട്ട് ഓണാക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സെപ്പറേറ്റ് നമുക്കിപ്പോൾ ഈ ഒരു വാളിലേക്ക് ഫ്ലോറിലേക്ക് കൂടി ഇറക്കിയിട്ടോ അല്ലെങ്കിൽ മുകളിൽ കൂടിയോ ഒരു 2MDയുടെ ബോക്സ് വെച്ചിട്ട് അതിൽ ഒരു ടി വിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സ്വിച്ച് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഉപകാരമായിരിക്കും. അങ്ങനെ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടി വി ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ ടി വിക്കൊക്കെ നമുക്ക് സ്റ്റെബിലൈസർ നിങ്ങളെ വോൾട്ടേജിനനുസരിച്ചിട്ട് വെക്കാം. അതുകൂടാതെ സാധാരണ ഒരു 6 ആംപിയർ സ്വിച്ച് വെക്കുന്നതിന് പകരം ഒരു DP സ്വിച്ച് വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ന്യൂട്രലിലേക്ക് കൂടിയുള്ള പിന്നീട് ഇപ്പോൾ നല്ല ഇടിമിന്നൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള SPD കട്ടാവുന്ന പ്രശ്നങ്ങൾ അധിക സമയത്തും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒരു DP സ്വിച്ച് വെക്കുന്നത് നന്നാവും. അപ്പോൾ അതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ വേണ്ടത്. പിന്നെ അതുകൂടാണ് നമ്മൾ ഈ സോക്കറ്റ് വെക്കുന്ന സമയത്തേക്ക് ഒരു എക്സ്ട്രാ എപ്പോഴും കരുതണം. എപ്പോഴത്തേക്ക് ഭാവിയിലേക്ക് വരുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഒരു പുതിയ സംഭവം വരികയാണെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതായിരിക്കണം നമ്മളെപ്പോഴും ഇവിടെ വെക്കുന്ന സമയത്തേക്ക്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു 8+4 ആണ് സാധാരണ ചെയ്യുന്നത്. അതായത് 8ൻ്റെ ഒരു ഗോ ബോക്സും ഒരു 4ൻ്റെ ഒരു ഗോ ബോക്സും വെക്കും. ഗോ ബോക്സ് മീൻസ് നമ്മുടെ SSO GIO നമ്മുടെ സ്വിച്ച് ബോക്സുകൾ വെക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ DVRൻ്റെ പൊസിഷൻ ഇതിൻ്റെ അടിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ മോഷണമായിട്ട് സമയത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല ആക്രമണത്തിനോ ആവശ്യത്തിനോ ആയിട്ട് ഒരു കള്ളനകത്തേക്ക് കയറുന്നു വിചാരിച്ചു. അവർക്ക് ഈ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ വളരെ കോമൺ ആയതുകൊണ്ട് ഈ DVRൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ഇവിടെ അകത്ത് കയറിയതിന് ശേഷം ഈ വയർ കട്ട് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യത കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് വയറിട്ട് കൊടുക്കുക. നമുക്ക് എന്നിട്ട് കിച്ചണിൽ കബോർഡിൻ്റെ അടിയിൽ വെക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ ബെഡ്റൂമിൻ്റെ അകത്തേക്കൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. അത്രക്കാർക്ക് 2 രീതിയിൽ ഇത് കണക്ട് ചെയ്യാനും പറ്റും. ഒന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ HDMI കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മീറ്ററിൽ കിട്ടും. അതിപ്പോൾ 5, 10, 15 അങ്ങനെ അളവിലുണ്ടാവും. ഇപ്പോൾ അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 11 മീറ്റർ ആണെങ്കിൽ 15 മീറ്റർ വാങ്ങേണ്ടി വരും. അവിടെ ബാക്കിയുള്ളത് റോൾ ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ KAR6 കേബിൾ കണക്ട് ചെയ്തിട്ടും നമുക്ക് മോണിറ്ററായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു വയർ ഇടേണ്ടതായിട്ട് വരും. കാരണം നമുക്കിത് മൗസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് ബാക്കപ്പ് ഒക്കെ എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ വയർലെസ് മൗസിൻ്റെ ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയും നമ്മൾ ഡിസ്റ്റൻസിൽ അടഞ്ഞ സ്ഥലങ്ങളിലൊക്കെ DVR വെക്കുന്നതാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു KAR6 കേബിൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൗസിൻ്റെ കൺട്രോൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ മൗസ് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ വയർലെസ് മൗസ് ആണെങ്കിൽ വയർലെസ് മൗസും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ KAR6 കേബിളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്താൽ മതിയാവും. അത് കുറച്ചുകൂടി സേഫ്റ്റി. കാരണം നമുക്ക് ഈ ഇത്രയും കേബിൾ ഇവിടെ ഇറക്കുന്നത് ഒഴിവാക്കാം. നമുക്ക് ഈസി ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഇൻവെർട്ടറിനൊക്കെ എന്തായാലും നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തൊക്കെ അധികം ചെയ്യുന്ന ആളുണ്ടല്ലോ, അതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ ഈ DVR അല്ലെങ്കിൽ NVR പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കപ്പ് കാര്യങ്ങൾ ഒന്നുകൂടി സേഫ് ആയിരിക്കും. പെട്ടെന്ന് ഇപ്പം ആക്സസ് ചെയ്യാൻ സാധ്യതയില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത രീതിയിൽ ഇപ്പോൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടി വി യൂണിറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പോർഷനിൽ കണ്ടോ ഇത്രയും ഭാഗങ്ങളിൽ ഈ പൈപ്പിങ് പോകുന്നതാണ്. ഇവിടെ ഒരു ടി വി യൂണിറ്റിൻ്റെ ഒരു സ്ട്രിപ്പ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും അത് വേണ്ടി വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ ഡിസൈനിൽ ഇവിടെ വാളിലെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ
അതുകൊണ്ട് തന്നെ സ്റ്റിപ്പിൻ്റെ പോയിന്റ് ഇവിടെ നിന്ന് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ഫിറ്റിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം. ഈ റെഡിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ പൈപ്പ് പോകുന്നതാണ്. ഇതിൽ കംപ്ലീറ്റ് ഈ വാള് ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോകുന്നത്. ഈ ഭാഗത്ത് ബോർഡ് വരുന്ന രീതിയിലും ഇവിടെ വരുന്ന സമയത്തേക്ക് ലൂവേഴ്സ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലേക്കുള്ള ഈ ഒരു എൻട്രൻസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അധികം വീതി കൊടുത്തില്ല. സാധാരണ ലെവലിൽ നമ്മൾ കൊടുക്കുന്നത് 40 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി കൊടുക്കുന്നത് മാക്സിമം. 40-35 അങ്ങനെ നമ്മൾ സ്ഥലവും അതുപോലെ തന്നെ NVRൻ്റെ ഇപ്പം പഴയ മോഡലൊക്കെ DVR ഒക്കെ വാങ്ങുന്നതാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വീതിയുണ്ട്, ഒരു 10 ഇഞ്ച് വീതിയോളം വരലുണ്ട് DVR. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കണക്ടർ ഇടുന്ന സമയത്തേക്ക് കണക്ടറിൻ്റെ നിങ്ങൾ ഇത്ര വരും. അപ്പോൾ ആ കണക്ടർ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ ചുരുട്ടി വെക്കാനുള്ള സ്ഥലം സ്പേസ് കാണുന്ന രീതിയിൽ 40 സെൻറ്റിമീറ്റർ കാണേണ്ടി വരും. അതുപോലെ നമുക്ക് ഇങ്ങനെയും വെക്കാം NVR അല്ലെങ്കിൽ DVR. പക്ഷെ അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കിടത്തി വെക്കുന്ന രീതിയിലാണ്. കാരണം അതിൻ്റെ ലെഗൊക്കെ അടിഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കിൽ കേബിൾ മടക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്നതായിരിക്കും. കമ്പനി അങ്ങനെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഒരു പൊസിഷൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതായിരിക്കും നന്നാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഡോറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ 40 സെൻറ്റിമീറ്റർ വെക്കുകയാണെങ്കിൽ കാലിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൂടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് TV യൂണിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ ഏതായാലും ഈ ഒരു ബോർഡ് കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഈ 2 സ്വിച്ച് ബോർഡും ഹൈഡ് ആവും. അതിനുശേഷം താഴോട്ടേക്ക് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ഇലക്ട്രീഷ്യനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ തന്നെ മിക്കവാറും വീടുകളിൽ ചെയ്യല്, കാരണം ഈ ഒരു പൈപ്പിംഗ് പൊട്ടിച്ചതാക്കാനേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ സോക്കറ്റും മാറ്റണം, അതുപോലെ തന്നെ ഇത് പൊട്ടിച്ചതാക്കണം, പിന്നെ ഈ പോകുന്ന ലൈനുകളിലൊക്കെ പൈപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുമ്പോൾ അവരാകുമ്പോൾ അവരെന്നെ ചെയ്തുവിടും. നമ്മളേതായാലും ഇവിടെ ഇലക്ട്രിക്കലിൻ്റെ വർക്ക് എടുക്കുന്നില്ല, ജസ്റ്റ് ഇൻറ്റീരിയറിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ TV യൂണിറ്റ് ഫിനിഷ് ആകുമ്പോൾ ഇങ്ങനെയുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് CNC കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്കൊരു ഗ്ലാസ് കൂടി കൊടുക്കുക. അപ്പോൾ ഇത്ര ഏരിയയിലേക്ക് എല്ലാ ബോർഡ് അടിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ആ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹൈഡായി. അപ്പോൾ ഇത് സ്വിച്ച് ബോർഡ് ഇവിടെയാണെങ്കിലുള്ള കാര്യം ചിന്തിച്ച് നോക്കുക, ഭയങ്കര ബോറായിട്ട് നമുക്ക് തോന്നൂലേ. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ഈ ഒരു സ്വിച്ച് ബോർഡ് ഇവർ എളുപ്പത്തിന് വേണ്ടി ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാർക്കിംഗ് ഇട്ട കുറച്ചൊന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഫ്ലോറിലേക്ക് കൂടി ഇറക്കിയിട്ടാണ് സംഭവം അവിടത്തേക്ക് ലൈൻ പോകുന്നത്. ഈ ലൈൻ കണ്ടോ, ഈ കംപ്ലീറ്റ് ഇതിലെ കൂടെ പോകുന്നത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഈ ഒരു മാർക്ക് ചെയ്തെടുത്തൊരു സ്വിച്ച് ബോർഡ് വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് DBയിലേക്ക് വരികയും ഈ മെയിൻ ലൈൻ ഇവിടെ നിന്ന് എക്സ്ട്രാ ഇടുക. എന്നിട്ട് ഇപ്പോൾ ഓൾറെഡി പോകുന്ന ലൈൻ ഉണ്ടാവില്ലേ, ഇവിടുന്ന് അവിടത്തേക്ക് DB ഇട്ടിട്ടുള്ള ലൈൻ സ്വിച്ചിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സമയത്തേക്ക് സോഫയിൽ ഇങ്ങനെ ഇവിടെ ഏതായാലും സോഫ വരുക, L ഷേപ്പിലുള്ളൊരു സോഫ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ റിമോട്ട് വെക്കാനും ആ റിമോട്ടിൽ നിന്ന് എടുത്തിട്ട് ഈസി ആയിട്ട് TVൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് TV ഇവിടുന്ന് മാറ്റാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ വെച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്ത് ലൂവറും വർക്കൊക്കെ വരാണ്ട് ഒക്കെ നമ്മൾ പെയിൻറ്റിങ്ങിന് ശേഷം അല്ലെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചെയ്യും. അപ്പോൾ അതും കൂടി വരുന്ന സമയത്തേക്ക് ആ ഒരു സ്വിച്ച് ബോർഡ് ശരിക്കും അവിടെ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഭംഗി കളയാനായിട്ട് നിൽക്കുന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഒരു പൈപ്പ് ഇട്ടുള്ളത് OFC കേബിൾ ഇതിലേക്ക് നമ്മുടെ സെറ്റപ്പ് ബോക്സിലേക്ക് അതല്ലെങ്കിൽ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാനാണ്, നമ്മുടെ റൂട്ടറിലേക്കൊക്കെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ക്യാമറയുടെ ഞാൻ പറഞ്ഞു ഇതുപോലെ ബോക്സ് ആവശ്യമില്ല, ശരിക്കും പൈപ്പ് മാത്രം മതി. നമ്മൾ ചെയ്തതിൻ്റെ ഫുട്ടേജ് കൂടി ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പ്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തേക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു കേബിളൊക്കെ സ്റ്റെയർ കേസിൻ്റെ അടിയിലങ്ങാട്ടും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സിംഗിളായിട്ടുള്ളൊരു കേബിൾ ഇടുന്ന രീതിയിലും ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന സമയത്തേക്ക് ഇവിടെ വരുന്നത് ആ ഒരു സോക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഇപ്പം ഈ ടീമിനോട് സംസാരിച്ചപ്പോൾ അവർ വെക്കുന്ന രീതി ഈ ഒരു രീതിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ സോക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൂടി കൊണ്ടുപോയിട്ട് അതിൽ പ്ലഗ് ഇൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ഹോൾ കൂടി എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പൈപ്പ് ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ഹോൾ കൂടി നമ്മൾ എടുത്തു കൊടുക്കേണ്ടി വരും, പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് വരെ അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കുറ്റം പറയുകയല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാനും പറ്റില്ല. ഇന്ത്യൻ്റെ ചെറിയൊരു ഭാഗം കൂടി ഞാൻ കാണിച്ചു കേട്ടോ. ഫസ്റ്റ് ഇവിടെ തന്നെ പോകാം. നമുക്ക് ഇവിടേക്ക് വരുന്ന സമയത്തേക്ക് ഇവിടെ ഒരു സ്ലൈഡിങ് വാർഡ്രോബാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ബെഡിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പാനലിങ് ചെയ്തിട്ട് ഗ്ലാസ് വെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് കൂളിംഗ് ഗ്ലാസ്സാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതാ ഈ ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ ഫുൾ കൂളിംഗ് ഗ്ലാസ്സാണ്. ഇതൊരു കിഡ്സ് റൂമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാർഡ്രോബ്സൊക്കെ കബോർഡൊക്കെ കുറച്ച് താഴ്ത്തി അടിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം
അത്യാവശ്യം കുട്ടികൾക്ക് ബാഗും കാര്യങ്ങളും വെക്കാനുള്ള സൗകര്യം, പിന്നെ ഡ്രോവേഴ്സ്, പിന്നെ കാല് ഇങ്ങനെ കയറ്റി ഇരുന്നിട്ട് 2 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമാണ് സെറ്റാക്കിയുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ വാർഡ്രോബ്സും പിന്നെ ഇതും കോട്ടും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റും കൂടി വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി ഉണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.